സ്വരാജിന് ഇത്രത്തോളം വലിയ രീതിയിലേക്ക് സ്വാധീനമുണ്ടെങ്കിലും എൻ സ്വരാജ് പ്രവർത്തന മേഖലയിൽ വട്ടപൂജ്യമാണ്. പ്രസംഗമല്ല, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു ഡിബേറ്റ് നടത്തുന്നതോ അല്ല രാഷ്ട്രീയ പ്രവർത്തനം. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ 100% എന്തുണ്ട്, ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട്. അപ്പോഴാണ് ബാബു സ്വരാജ് സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചത്. അൻവർ എൻ്റർ ചെയ്യും, അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രംഗത്ത് വന്നപ്പോഴാണ്. ഒരു കാരണവശാലും അൻവർ പറയാൻ പാടില്ലാത്ത സംഭവമായിരുന്നു VD സജഷൻ ചെയ്തത്. 100% ശരിയാണ്. അത് നമ്മളെ ഇവിടെ വെട്ടിമാറ്റേണ്ട ആളുകളെ ഒരു മുന്നണിയും അദ്ദേഹത്തിന്റെ മൈനസുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഇവിടെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയ രീതിയിലേക്ക് സ്വരാജിന് മൈനസാണ്. കേരള വോട്ടുകൾ എന്തായാലും എന്ത് ചെയ്യും, സ്വരാജിന് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ മറ്റുള്ളവർക്കൊന്നും യാതൊരു പരിചയമില്ല എന്നുള്ള സത്യാവസ്ഥയാണ്. അത് നമ്മൾ എത്ര വളച്ചൊടിച്ചാലും നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുത്തെ മരിച്ച വീടുകളിലോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളോ എന്തിനധികം പറഞ്ഞു, വയനാട്ടിൽ നിന്ന് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി മൃതദേഹങ്ങൾ പോത്തുകല്ലിൽ വന്ന് അടിഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വിസിറ്ററെ പോലെ നമസ്കാരം. ഇടതുപക്ഷം 100% ജയിച്ചു കയറണം എന്നുള്ള രീതിയിലേക്കാണ് നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എത്രത്തോളം എം സ്വരാജ് ജയിച്ചു കയറും എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വോട്ടിംഗ് ശതമാനമൊക്കെ ഇന്ന് നല്ല രീതിയിലേക്ക് കൂടാൻ സാധ്യതയുണ്ട്. നല്ല കാലാവസ്ഥയാണ് അല്ലേ, വലിയ രീതിയിലേക്ക് മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇന്ന് എന്തോ സപ്പോർട്ടാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും അല്ലേ. ഇടതുപക്ഷത്തിലെ എം സ്വരാജിന് എത്രത്തോളം വോട്ട് നേടാൻ കഴിയും എന്നുള്ളതാണ്. എം സ്വരാജ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. നിലമ്പൂരിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ച് അദ്ദേഹം പിന്നീട് നിലമ്പൂർ ടൗണിലേക്ക് വന്ന് പിന്നീട് എറണാകുളത്തേക്ക് നമ്മളെ മെട്രോ സിറ്റിയിലേക്ക് താമസം മാറി അവിടെ സ്ഥിര താമസക്കാരനായിട്ടുള്ള ഒരാൾ പിന്നീട് ഒരു ട്രെയിനിൽ അവിടെ വന്നിറങ്ങിയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ടീമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ അതിനാവശ്യമായ തരത്തിലുള്ള തലവാചകത്തോടു കൂടിയൊക്കെയാണ് സ്വരാജിൻ്റെ എൻട്രി ആഘോഷിച്ചത്. അതിൽ പറഞ്ഞത് നിലപാടിൻ്റെ രാജകുമാരൻ എന്നാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏതാണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് 1-2 ദിവസം മുമ്പ് വരെ പല ഡോക്ടർമാരെയും പല അവിടുത്തെ സമൂഹത്തിലെ ശ്രദ്ധേയരായിട്ടുള്ള ആളുകളെയും ഒക്കെ അന്വേഷിച്ച് പിറകെ പോയിരുന്ന CPM കൂട്ടിലെ കോഴിയെ എന്നുള്ള രീതിയിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടുകൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് നിലമ്പൂരിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ പലപ്പോഴും അവ്യക്തവും അനിശ്ചിതത്വവും പലപ്പോഴും അസംബന്ധവും ഒക്കെ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് പലപ്പോഴും നടന്നത്. ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൃത്യമായ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്ക് LDFൻ്റെയും UDFൻ്റെയും ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാക്കി അതിനെ മാറ്റുന്നതിൽ ഈ പറയുന്ന സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അതോടുകൂടി അതിനൊരു രാഷ്ട്രീയ മാനം കൈവന്നു കേരളത്തിൽ. പിന്നെ അത് കൺഫ്യൂഷനിലേക്ക് പോകുന്നത് ഈ അൻവറിൻ്റെ എൻട്രിയോട് കൂടിയാണ്. ഞാൻ പറഞ്ഞ സ്വരാജ് പിന്നെ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ള പേരിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്ത് നിലപാടാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും കേരളത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടായത്? ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആശാസമരം ഉൾപ്പെടെ അങ്ങനെ തുടങ്ങി പല ചോദ്യങ്ങളുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു ലൈബ്രറിയിൽ ഇരുന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്. പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം, സാംസ്കാരിക രംഗവുമായിട്ടുള്ള ബന്ധം, പ്രഭാഷണ കലയിലുള്ള മികവ്, അങ്ങനെ തുടങ്ങി ചെറുപ്പക്കാരൻ, അവിടെ കോളേജ് വിദ്യാഭ്യാസം വരെ പൂർത്തിയാക്കിയ ഒരാൾ, ഈ തരത്തിലുള്ള ഒരു ബന്ധമൊക്കെ സ്വരാജിന് ആ മണ്ഡലവുമായിട്ടുണ്ട് എന്നുള്ളത് കാണാതിരുന്നു കൂടാ. പക്ഷേ അതേസമയം എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്ത് അവിടെ തന്നെ ഇതേപോലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത്, അതുപോലെ തന്നെ എഴുത്തിൻ്റെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുകയും സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ നിരന്തരം ഏർപ്പെടുകയും ബാപ്പുട്ടിക്ക എന്ന പേരോടുകൂടി നിലമ്പൂരിൽ തന്നെ അവിടെ ഉറച്ചു നിന്ന് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ആളാണ്. ഇവർ തമ്മിലാണ് മത്സരം. ഈ സ്വരാജിന് അവിടെ നല്ല സ്വാധീനം ഉണ്ട് അല്ലെങ്കിൽ സ്വീകാര്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ നല്ല രീതിയിലേക്കുള്ള വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു 30
മേലെ 30-35 താഴെ ഇരിക്കട്ടെ, എത്രയാണ് വോട്ട് ഇരിക്കട്ടെ, പക്ഷെ നല്ല രീതിയിലേക്കുള്ള വോട്ടുകൾ കിട്ടാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ മൈനസുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷക്കാർ തന്നെ അദ്ദേഹത്തിന്റെ മൈനസുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഇവിടെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയ രീതിയിലേക്ക് സ്വരാജിന് മൈനസാണ്. സർവേയിലെ പല ആളുകളുടെ അഭിപ്രായം നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു കാര്യത്തിനും വരാത്ത ഒരാളാണ്, നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുത്തെ മരിച്ച വീടുകളിലോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളോ, എന്തിനധികം പറഞ്ഞു, വയനാട്ടിൽ നിന്ന് വലിയ ഉരുൾപൊട്ടലുണ്ടായി മൃതദേഹങ്ങൾ പോത്തുകല്ലിൽ വന്ന് അടിഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വിസിറ്ററെ പോലെ വന്നു പോയിട്ടുണ്ട്, ഞാനവിടെ എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വന്നിട്ടുണ്ട് എന്നതിലപ്പുറം സ്വരാജിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, വന്യമൃഗശല്യം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടായപ്പോഴൊക്കെ ഷൗക്കത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഷൗക്കത്തിനെ സംബന്ധിച്ച്. ഷൗക്കത്തുണ്ടായിരുന്നു, അൻവറുണ്ടായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MLA എന്നുള്ള നിലയിലും കുറെ കൂടി ജനകീയമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഉള്ള വസ്തുതകൾ തുറന്നു. അതേസമയം ഇതും വസ്തുതയാണ് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ അത്തരമൊരു സ്ഥാനാർത്ഥി ഇട്ടത്? അവിടെ യാതൊരു രീതിയിലേക്ക് പ്രവർത്തനം കാണിക്കാത്ത. എപ്പോഴാണ് ബാബു സ്വരാജ് സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചത്? അൻവർ എൻ്റർ ചെയ്യും, അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രംഗത്ത് വന്നപ്പോഴാണ്. UDF ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അതിൽ കടുത്ത എതിർപ്പുള്ളയാളാണ് ആര്? അൻവർ പല തരത്തിൽ അത് ആ തീരുമാനം മാറ്റിക്കാനൊക്കെ അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടും VD സതീശൻ അത് പലപ്പോഴും ആക്രമിക്കുന്നത് VD സതീശനെയാണ്. VD സതീശനാണ് ഇതെല്ലാം തകർത്തത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ UDF എൻട്രി പോലും തടയപ്പെട്ടു എന്നുള്ള നിലയിലൊക്കെ. അല്ല, VD സതീശൻ UDFന്റെ എൻട്രി തടഞ്ഞു എന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം അൻവറിന് സാധാരണ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് വേറൊരു വാക്കുകൾ വന്നുപോയി. അതായത് എവിടെയാണ് UDFന്റെ ബന്ധം തകരുന്നത്? UDFൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു, അല്ലെ? ഒരു UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് കക്ഷി ഏകപക്ഷീയമായി ഇയാൾ പറയാണ്. വേണ്ട, അതും വേണ്ട. അത് എത്ര വലിയ പ്രശ്നത്തിലേക്കാണ് നയിച്ചത്. അതായത് UDFന്റെ എൻട്രി പോലും നഷ്ടപ്പെട്ട രീതിയിലേക്ക്, അവിടെയാണ് പക്വതയില്ലാതെ അൻവർ പോയി. അവിടെയാണ് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ ഒക്കെ ആയിട്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാൻഡിഡേച്ചർ പ്രഖ്യാപിച്ച ആ ഒരു ആവേശത്തിൽ നിന്ന് UDFന് എന്ത് സംഭവിച്ചു? അൻവർ കുഴപ്പമുണ്ടാക്കിയതോട് കൂടിയിട്ട് UDFനകത്ത് കൺഫ്യൂഷനാണ് എന്നുള്ള നില വന്നു. അൻവറിനെ ഇപ്പൊ എല്ലാവരും പറയും VD സതീശനാണ് അൻവറിനെ മാറ്റി നിർത്തിയതെന്ന്. പക്ഷേ VD സതീശൻ മാറ്റി നിർത്തിയ സംഭവത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാര്യം ഒരു സ്ഥാനാർത്ഥിയെ UDF ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു, ആ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് പബ്ലിക്കായിട്ട് ആവശ്യപ്പെടുന്നു. അതൊരു പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, കക്ഷിയിൽ പോലും എടുക്കാൻ ചർച്ച നടക്കവെയാണ് അൻവർ സ്ഥാനാർത്ഥി പോരാ, വേറെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് VD സതീശൻ അത്തരം ഒരു നിലപാടെടുത്തില്ലെങ്കിൽ നാളെ ഇതിലും വലിയ നിലപാട് അൻവർ എടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശന്റെ ആ സ്റ്റാൻഡിന് കുറച്ച് വോട്ട് പിടിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായും. കാരണം അതൊരു സ്റ്റഡി സ്റ്റാൻഡാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി വഴങ്ങി കൊടുക്കാൻ ഒരു പാർട്ടിയും മുന്നണിയും തയ്യാറാകരുത് എന്ന് കരുതുന്ന കുറച്ച് പേരുടെ വോട്ട് VD സതീശന്റെ പേരിൽ അവിടെ UDFന് കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VD സതീശൻ ചെയ്ത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന ആളാണ്. അതായത് സ്വന്തം പാർട്ടിയിൽ വീണ്ടും എടുത്തു പറയാണ്, VD സതീശൻ ചെയ്ത സംഭവം ശരിയാണെന്ന് വിചാരിക്കുന്ന ആളാണ്. പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, ആ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അതേ സമയത്ത് ആ പാർട്ടി പറ്റില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ലയന ചർച്ച അല്ലെങ്കിൽ അടുത്തേക്ക് വരാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു കാരണവശാലും അൻവർ പറയാൻ പാടില്ലാത്ത സംഭവമായിരുന്നു സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് VD സതീശൻ ചെയ്തത് 100% ശരിയാണ്. അത് നമ്മളെ ഇവിടെ വെട്ടിമാറ്റേണ്ട ആളുകളെ ഒരു മുന്നണിയും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ആർക്ക് പിഴച്ചത്? അൻവറിന് പിഴച്ചത്. LDFൽ നിന്ന് കലഹിച്ച് അദ്ദേഹം പുറത്തു വന്ന് MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു ചോദ്യം VD സതീശൻ ഉന്നയിച്ചല്ലോ. പിന്നെ എന്തിനാ അദ്ദേഹം രാജിവെച്ചു? നമ്മൾ എന്തായാലും ചർച്ചയിൽ നിന്ന് മാറിപ്പോകണ്ട. ഒരു കാര്യം കൂടെ പറയാം, അല്ലെ? ഇത് അവസാനിപ്പിക്കാം. എം സ്വരാജിന് ഇത്രത്തോളം വലിയ രീതിയിലേക്ക് സ്വാധീനമുണ്ടെങ്കിലും എൻ സ്വരാജ് പ്രവർത്തന മേഖലയിൽ വട്ടപൂജ്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ ഏരിയയിൽ പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ അതായത് ഓഫർ വോട്ടുകൾ, അല്ലെ? ഇടതുപക്ഷം കേഡർ വോട്ടുകൾ എന്തായാലും എന്ത് ചെയ്യും? സ്വരാജിന് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ മറ്റുള്ളവർക്കൊന്നും യാതൊരു പരിചയമില്ല എന്നുള്ള സത്യാവസ്ഥയാണ്. അത് നമ്മൾ എത്ര വളച്ചൊടിച്ചാലും എത്ര പാർട്ടിക്കാർ എത്ര തെറി പറഞ്ഞാലും മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. അപ്പോൾ 100% സ്വരാജിന്റെ വിജയത്തിൽ
ഇനി നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടെ സപ്പോർട്ട് ചെയ്ത് വേണം പറയാൻ. സ്വരാജിന്റെ വിജയത്തിൽ ചെറിയ രീതിയിലേക്ക് ഒരു ഇളക്കം പറ്റാൻ സാധ്യത ഈ പ്രവർത്തന മേഖലയിൽ ഇല്ല എന്നുള്ളത് അത് തന്നെയാണ്. സ്വന്തം നാട്ടിൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരാള് എങ്ങനെയാണ് നാട് നന്നാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, അതായത് പ്രസംഗമല്ല, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഡിബേറ്റ് നടത്തുന്നതോ അല്ല രാഷ്ട്രീയ പ്രവർത്തനം. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ 100% എന്തുണ്ട്, ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട് ആ ജനങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് സ്വരാജ് മോശം എന്നല്ല പറയുന്നത്. സ്വരാജ് നല്ല രീതിയിലേക്ക് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാത്ത 100% അതിൻ്റെ ഒരു മൈനസ് എന്തായാലും ഈ ഇലക്ഷനിൽ പ്രതിപാദിക്കുമെന്നുള്ളത് സത്യമാണ്. നന്ദി, നമസ്കാരം.